മാന്യ പ്രേക്ഷകർക്ക് മോർണിംഗ് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ബ്രേക്കിംഗ് ന്യൂസ്. നമസ്കാരം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നമസ്കാരം. ന്യൂസ് അവറിലേക്ക് കോഴിക്കോട് നിന്നും ഒരു പ്രധാന വാർത്ത വരുന്നുണ്ട്. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നമസ്കാരം. ന്യൂസ് അവറിലേക്ക് കോഴിക്കോട് നിന്നും ഒരു പ്രധാന വാർത്ത വരുന്നുണ്ട്. മാന്യ പ്രേക്ഷകർക്ക് മോർണിംഗ് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ബ്രേക്കിംഗ് ന്യൂസ്. നമസ്കാരം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സുനിലെ ഒന്ന് വേഗം പോണേ, കുറച്ച് വൈകി. നമ്മൾ പറപ്പിക്കല്ലേ. ഇന്നത്തെ വാർത്ത കണ്ട സുനിലെ, പ്രിൻസിപ്പലിനെ 2 പിള്ളേരും കൂടി കുത്തിക്കൊന്നു. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടിരുന്നു. മുടിവെട്ടാത്ത ചോദ്യം ചെയ്തതിനാ. കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണാവോ? ഫോണൊന്നും തുറക്കാതെ വാർത്തയൊന്നും കാണാതിരിക്കുക നല്ലത്. സുനിലെ, എന്നാ വൈകിട്ട് കാണാം. ശരി ശരി. കാര്യമായിട്ടെന്തോ മെസ്സേജ് അയക്കാണല്ലോ. ഇന്നത്തെ വാർത്ത കണ്ടോ ചേച്ചി? പ്രിൻസിപ്പലിനെ 2 പിള്ളേരും കൂടി കുത്തിക്കൊന്നു. ഇവിടുത്തെ സാറിന്റെ ന്യൂസിലും ഉണ്ട്. പ്രിൻസിപ്പളിനെ കൊന്ന കേസല്ലേ? ഞാൻ ഇൻസ്റ്റേ കണ്ടതാ. രാവിലെ തന്നെ സ്കൂളിൽ പോവാതെ ഫോൺ നോക്കിയിരിപ്പാ. മമ്മി എന്തിനാ ചൂടാതെ? ഞാൻ പോയിക്കോളൂല്ലേ. ഗെയിമും കളിച്ച് ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കാനല്ലാതെ ചെക്കന് പഠിക്കാൻ നേരമില്ല. എപ്പോഴും പഠിക്കണോ? ഇതെന്താ ഇത്? ഒരു മനസ്സമാനം തരില്ല മനുഷ്യന്മാർക്ക്. എന്താടാ? പറയടാ. ഇല്ലില്ല, നീ ലൈവ് വരുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം. ഇല്ലില്ല, ഞാൻ വന്നിട്ട് സൈൻ ചെയ്യാം. നിങ്ങൾക്ക് അവനൊന്ന് ഉപദേശിച്ചൂടെ? നീ പേടിക്കണ്ടടി, അവൻ നന്നാവും. ഇനി നീ ആയിട്ട് പറഞ്ഞവരെ ദേഷ്യം പിടിപ്പിക്കാണ്ടിരുന്നാ മതി. ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പേടിയാവുക. രാവിലെ തന്നെ കേട്ടില്ലേ അധ്യാപകനെ കുത്തിക്കൊല്ലുക പറഞ്ഞാല്? അത് കേരളത്തിലല്ല, ജാർഖണ്ഡിലാണ്. എന്നാ പിന്നെ അതൊന്ന് എഴുതി കാണിച്ചൂടെ? ഈ തിരക്കിനിടയിൽ ആളുകൾ വാർത്ത സ്ക്രോൾ ചെയ്ത് വായിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെയാണെന്നല്ലേ തെറ്റിദ്ധരിക്കുക? അപ്പൊ വാർത്തക്ക് റീച്ച് കൂടും. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് കരുതിക്കോ. എന്തൊക്കെയാണോ എന്തോ. സൂക്ഷിച്ച്. ഈ രാജ്യത്ത് നടന്നതും നടക്കുന്നതുമായ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കയ്യൊപ്പുണ്ട്. എനിക്കൊന്നും അറിയില്ല എൻ്റെ പൊന്നേ. ഈ കുട്ടികളിങ്ങനെയല്ല, എന്താ ചെയ്യുക? കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാല്ലേ, എന്താ ചെയ്യുക? സർ, കേസെടുക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പ്രിൻസിപ്പലിന്റെ ഫാമിലിനെ കണ്ട എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 3 എണ്ണം കൂടി പ്രിൻസിപ്പലിനല്ലേ കൊല്ലാൻ നോക്കിയത്. പ്രശ്നം സീരിയസ് ആണ് സർ. എന്തു വേണമെങ്കിൽ ചെയ്യാം. സ്വന്തം അധ്യാപകരാണെന്ന് ചിന്തയെങ്കിലും വേണ്ടേ? ഇവന്മാരെ പറഞ്ഞിട്ടും കാര്യമല്ല. അമ്മാതിരി വാർത്തകളല്ലേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. താങ്കളൊരു മാധ്യമപ്രവർത്തകനല്ലേ. കേരളത്തിലെ പിള്ളേരും മിടുക്കരാടും. അവിടെ ഇവിടെ 1-2 പ്രശ്നക്കാരുണ്ടാവും എന്ന് കരുതി മുഴുവൻ പിള്ളേരും പിഴയാണെന്ന് വരുത്തി തീർക്കരുത്. ഇതായിരിക്കും അവസ്ഥ. കുട്ടികൾ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരാ. നിങ്ങളെപ്പോലുള്ളവർ ഓരോരോ വാർത്തകൾ പഠിച്ചു വിടും, അതവരനുകരിക്കാൻ ശ്രമിക്കും. ഞങ്ങളെപ്പോലുള്ളവർക്ക് പണിയും ആവും. ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയിക്കാം. നടക്ക്. എന്താ പേര്? പേര് ദിനേശൻ. ആധാർ കാർഡ് ഉണ്ടോ? ഓ, ഒരു മിനിറ്റ്. തൃപ്തിയായില്ല. അവരില്ലാതെ ഞാനിവിടെ നരങ്ങില്ല. എന്റെ മകന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളെ പോലുള്ളവരാണ്. നിങ്ങളോടൊരു വാർത്ത. എന്താ നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഒരു അധ്യാപകനെ കൊലക്ക് കൊടുത്തില്ലേ? എന്റെ മകന്റെ ജീവിതം തൊലച്ചു. പോയതും വാർത്തയാക്ക്.
വ്യക്തിപരമായ കാരണങ്ങളാൽ എനിക്ക് ഈ മാധ്യമപ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ രാജി സമർപ്പിക്കുന്നു.